ഓം ശാന്തി. ഞാൻ ശ്രേഷ്ഠ സമാനത്തിലിരിക്കുന്നു. ഞാൻ ഈ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ ട്രസ്റ്റിയാണ്. ലൗകിക അലൗകിക ഉത്തരവാദിത്വങ്ങൾ പരിപാലിച്ചുകൊണ്ട് സദാ നിമിത്ത ഭാവത്തിലിരിക്കുന്നു. ഗൃഹസ്ഥത്തിലാണെങ്കിലും ഈ സ്മൃതി ഉണർത്തുന്നു, ഞാൻ ഈശ്വരീയ കാര്യത്തിലേക്ക് സമർപ്പിതാത്മാവാണ്. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്, ഞാൻ ട്രസ്റ്റി മാത്രമാണ്. സദാ ഈ സ്മൃതി ഉണ്ടാകുന്നു, ഞാൻ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ ട്രസ്റ്റിയാണ്. എന്നിൽ എന്താണോ ഉള്ളത് സർവ്വതും യജ്ഞത്തിൻ്റെതാണ്. ഞാൻ എന്താണോ കഴിക്കുന്നത് ശിവബാബയുടെ യജ്ഞത്തിൽ നിന്നും കഴിക്കുന്നു. ഞാൻ ട്രസ്റ്റിയാണ്. സ്വയം ട്രസ്റ്റിയാണെന്ന് കരുതുമ്പോൾ എൻ്റേതെല്ലാം യജ്ഞത്തിലേതായി. ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം ബാബയുടേതാണ്. എൻ്റെ പക്കലുള്ളതെല്ലാം ബാബയ്ക്ക് അർപ്പിച്ച് ഞാൻ ബാബയോട് അടുത്ത് ഇൻഷുർ ചെയ്യുന്നു. ഞാൻ നിമിത്ത ട്രസ്റ്റിയായി എല്ലാം പരിപാലിക്കുന്നു. കഴിക്കുന്നു എങ്കിലും ബാബയുടെ യജ്ഞത്തിൽ നിന്നും കഴിക്കുന്നു. ധനം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ യജ്ഞത്തിൻ്റെ ധനമാണെന്ന് വിചാരിച്ച് ഉപയോഗിക്കുന്നു. സർവരുടെ കൂടെ സേവാ സംബന്ധമാണ്. എല്ലാ സംബന്ധവും ബാബയോടാണ്. കാര്യം ബാബയുടേതാണ്. ഞാൻ കേവലം ട്രസ്റ്റിയാണ്. ഇത് പവിത്രമായ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ സമയമാണ്. ഇതൊരു ഭൗതിക അഗ്നിയല്ല, ദിവ്യമായ പരിവർത്തനത്തിൻ്റെ അഗ്നിയാണ്. ഈ യജ്ഞത്തിൽ പഴയ സംസ്കാരങ്ങൾ, അശുദ്ധികൾ, ദുർബലതകൾ എല്ലാം ജ്ഞാനാഗ്നിയിൽ, യോഗാഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്നു. എൻ്റെ കോപം ഞാൻ യജ്ഞത്തിൽ സമർപ്പിച്ച് ശാന്തിയിലേക്ക് മാറുന്നു. എൻ്റെ അഹങ്കാരം സമർപ്പിച്ച് വിനയമായി ലയിക്കുന്നു. എൻ്റെ ആസക്തികൾ സമർപ്പിക്കുന്നു, ശുദ്ധമായ സ്നേഹമാക്കി മാറ്റുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ് ഒരു ദിവ്യ പ്രകാശമായ സൂക്ഷ്മ അഗ്നി. ഇതാണ് പരമാത്മാവ് നൽകിയ ജ്ഞാനത്തിൻ്റെ അഗ്നി. ജ്ഞാനത്തിൻ്റെ കിരണങ്ങൾ എന്നെ ശുദ്ധീകരിക്കുകയാണ്. പഴയ ഭാരങ്ങളും കർമ്മബന്ധനങ്ങളും അവസാനിപ്പിക്കുന്നു.
ഈ പവിത്ര യജ്ഞത്തിൽ ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. എൻ്റെ ദിവ്യ സ്വഭാവം ഞാൻ വീണ്ടെടുക്കുന്നു. എൻ്റെ സ്നേഹം സ്വാഭാവികമാകുന്നു. പവിത്രത എൻ്റെ ശക്തിയായി മാറുന്നു. ഈശ്വരീയ ജ്ഞാനം ഈ യജ്ഞത്തിലെ നെയ്യുപോലെ അഗ്നിയെ സജീവമാക്കുന്നു, ജ്വലിപ്പിക്കുന്നു. ഞാൻ ഈ ശാശ്വത യജ്ഞത്തിലെ ട്രസ്റ്റിയാണ്. ഓരോ ശുഭചിന്തയും ഓരോ സത്കർമ്മവും സമർപ്പിക്കുന്നു. ഈ ശുദ്ധിയുടെ അനുഭവവും ശക്തിയും എന്നിൽ നിലനിൽക്കുന്നു. ഓരോ ഉന്നത ചിന്തയിലൂടെ ഈ യജ്ഞം തുടരുകയാണ്. ശോഭാപരുദ്രജ്ഞാന യജ്ഞം രചിച്ചിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത യജ്ഞമാണ്. സ്വരാജ്യം പ്രാപ്തമാക്കാനുള്ളതാണ്. ഇതിലൂടെ ഞാൻ കക്കയിൽ നിന്നും വജ്രമായി മാറുന്നു. ഇതിൽ മുഴുവൻ പഴയ ലോകവും പഴയ ശരീരവും സ്വാഹ ചെയ്യുന്നു. യജ്ഞത്തിൽ വിഘ്നമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കുന്നു. ഞാൻ യജ്ഞത്തെ ബഹുമാനിക്കുന്നു, സംരക്ഷിക്കുന്നു. ഇതിലൂടെ സ്വരാജ്യം ലഭിക്കുന്നു. ഞാൻ ബാബയുടേതായി മാറുന്നു. മനുഷ്യൻ കക്കയിൽ നിന്നും വജ്രസമാനവും ഭ്രഷ്ടാചാരിയിൽ നിന്നും ശ്രേഷ്ഠാചാരിയായി മാറുന്നു. ബാബ പറയുന്നു, മന്മനാഭവ. ബാബ വന്നിരിക്കുന്നത് തന്നെ സദ്ഗതി നൽകാനാണ്. അതിനാൽ ഉള്ളിൽ മറ്റൊരു ചിന്തകളും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ശ്രീമതത്തിലൂടെ പുരുഷാർത്ഥം ചെയ്യുന്നു. ഇത് ശിവബാബ രചിച്ച യജ്ഞമാണ്. ബാബ വന്ന് സ്വരാജ്യം നൽകുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് ആത്മാവിലെ കറകളില്ലാതാക്കുന്നു, പാപങ്ങൾ ഭസ്മമാക്കുന്നു. ദേഹാഭിമാനമില്ലെങ്കിൽ മാത്രമേ യോഗത്തിലിരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് കർമാതീത അവസ്ഥയുമുണ്ടാകും. അവസാനം ഒരു വസ്തുവും തന്നെ ഓർമ്മയിൽ വരരുത്. യജ്ഞത്തെ സംരക്ഷിച്ചു എന്നാൽ ബാബയെ സന്തോഷിപ്പിച്ചു. ബാബ പറയുന്നു, എത്രത്തോളം സാധിക്കുന്നുവോ സത്യമായ ഹൃദയത്തോടുകൂടി സത്യമായ യജമാനനെ ഓർമ്മിക്കൂ. എന്നാൽ സത്യ ഖജനാവിൻ്റെ അധികാരിയായി മാറുന്നു. രുദ്രയജ്ഞത്തെ വളരെ ബഹുമാനിക്കുന്നു. യജ്ഞത്തിൻ്റെ വായുമണ്ഡലത്തെ ശുദ്ധവും ശക്തിശാലിയുമാകുന്നതിൽ സഹയോഗിയാകുന്നു. യജ്ഞത്തെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നു. ഹൃദയം ശുദ്ധമാണെങ്കിൽ അഭിലാഷം പൂർത്തിയാകും. യജ്ഞത്തിൻ്റെ ഓരോ ചില്ലിക്കാശും അമൂല്യമാണ്. അതിനാൽ വ്യർത്ഥമാക്കരുത്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. 3 കാലങ്ങളെയും മുന്നിൽ വെച്ച് ഓരോ കാര്യത്തെയും സഫലമാക്കുന്ന സദാ വിജയിയാകുന്നു.
പരിധിയില്ലാത്ത വിവേകം ധാരണ ചെയ്ത് ത്രികാലദർശിയായി ഓരോ കർമ്മവും ചെയ്യുന്നു. അപ്പോൾ അലൗകികവും അസാധാരണവുമാകുന്നു. പരിധിയുള്ള തീരങ്ങളെ വിട്ട് ഒരു ബാബയെ ആശ്രയമാക്കൂ എങ്കിൽ തീരം കടക്കും. ബാബ സൂചന നൽകുന്നു. ജ്ഞാനസ്വരൂപ സ്മൃതി സ്വരൂപ ആത്മാക്കളിൽ സ്വയം ചതിക്കുന്ന ആലസ്യത്തിൻ്റെ മധുര നിദ്രയുണ്ടാകും. നിശ്ചയത്തിൻ്റെ അടിത്തറ ശക്തമാണെങ്കിൽ ഒരിക്കലും ഒളിഞ്ഞിരിക്കില്ല. സദാ നിർഭയരായിരിക്കും, നിശ്ചിന്തരായിരിക്കും. ഓം ശാന്തി.